അല്ല നാളെ ഓർഡേഴ്സിനല്ലേ, അതൊരു ഭരണഘടനാ ബെഞ്ച് 9 അംഗ ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കണമെന്നാണല്ലോ കണ്ടിട്ടുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ബെഞ്ച് രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകാം നാളെ, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും വരാനിടയില്ല. അപ്പൊ അത് പറഞ്ഞ സംസ്ഥാന സർക്കാർ നേരത്തെ എടുത്ത ഒരു നിലപാട് യുവതി പ്രവേശനത്തെ പിന്തുണച്ചുകൊണ്ടാണ്, കോടതി വിധിയോടൊപ്പം നിന്നുകൊണ്ടാണ്. അപ്പൊ ഇപ്പോഴും പലതരത്തിലുള്ള അഭിപ്രായം വരുന്നു. പ്രതിപക്ഷ നേതാവ് പറയുന്നു 1 മിനിറ്റ് കൊണ്ട് സർക്കാരിന് തീരുമാനിക്കാവുന്നതേ ഉള്ളൂ ഇക്കാര്യത്തിൽ ഒരു നിലപാട്. എന്താണ് ഇനി സർക്കാർ കോടതിയിൽ എടുക്കാൻ പോകുന്ന നിലപാട്? പ്രതിപക്ഷ നേതാവിന്റെ ഇൻസ്റ്റാം പരിഹാരങ്ങളിലാണ് മുനമ്പം 10 മിനിറ്റ്, ശബരിമല 1 മിനിറ്റ്, അങ്ങനെ കുറെ കാര്യങ്ങൾ പുള്ളിയുടെ കയ്യിലുണ്ടല്ലോ. ആർക്കും അറിയാത്ത കാര്യങ്ങളാണല്ലോ. അപ്പൊ ഇതിപ്പോ നമ്മുടെ നാട്ടിലെ പ്രശ്നം വെച്ചാൽ ഈ പ്രതിപക്ഷ നേതാവിന് സുപ്രീം കോടതിയായിട്ട് അംഗീകരിക്കുന്ന ഒരു ഭരണഘടന രാജ്യത്ത് വന്നിട്ടില്ല. അതുകൊണ്ടാണല്ലോ ഈ മുനമ്പത്തിൽ അദ്ദേഹം 10 മിനിറ്റ് കൊണ്ട് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞാലേ ശരി. ഇത് ആദ്യത്തെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പറഞ്ഞു ഇത് വഖഫ് ഭൂമിയാണ്. അപ്പൊ അദ്ദേഹം നിശബ്ദനായി. ഇത് വഖഫ് ഭൂമിയല്ല, ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു. അപ്പൊ അവിടെ ഞാൻ മാത്രമല്ല ഇത് പറഞ്ഞിട്ടുള്ളൂ, ഇത് 10 മിനിറ്റ് കൊണ്ട് തീർക്കുമെന്ന് പറഞ്ഞ കാര്യമില്ല. ഇപ്പൊ സുപ്രീം കോടതി പറഞ്ഞു ആ പരാമർശം തന്നെ അവർ സ്റ്റേ ചെയ്തു. അപ്പൊ 10 മിനിറ്റ് അത് പോയി. അത് നമ്മൾ ഗൗരവമായി രാഷ്ട്രീയ പ്രശ്നങ്ങളെ കാണുന്ന ആളുകൾക്ക് സുപ്രീം കോടതി അവരുടെ ഒരു വിധി വന്നു. ആ വിധി പുനഃപരിശോധിക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു. പുനഃപരിശോധിക്കാനായിട്ട് ഒരു ബെഞ്ച്, ആ ബെഞ്ച് വിധി ഒന്ന് വായിച്ചു നോക്കി ആരൊക്കെങ്കിലും പറയാൻ പറ്റുമോ? സുപ്രീം കോടതിയുടെ ആ വിധി പൂർണ്ണമായിട്ടും വായിച്ചു നോക്കിയ ആൾക്ക് 1 മിനിറ്റ് കൊണ്ട് ഒരു സർക്കാരിന് പരിഹരിക്കാൻ കഴിയാമെന്നൊക്കെ പറയുന്നത്, അങ്ങനെ ഏതെങ്കിലും അത്ഭുത വിളക്ക് കയ്യിലുണ്ടോന്ന് അറിയില്ല. നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുകളിൽ ഞാനാ പറഞ്ഞ അദ്ദേഹം സുപ്രീം കോടതിക്ക് മുകളിൽ ഒരു പുതിയ കോടതിയായിട്ട് ഭരണഘടന അംഗീകരിച്ചാൽ കുഴപ്പമില്ല. നമ്മുടെ നാട്ടിലെ പ്രശ്നം എന്ന് വെച്ചാൽ ഭരണഘടനയുണ്ട്, കോടതിയുണ്ട്, കോടതി ഒരു വിധി പറയുമ്പോൾ അതിന് റിവ്യൂ ഉണ്ട്, റിവിഷൻ ഉണ്ട്, ഇങ്ങനെ കുറെ സംവിധാനങ്ങൾ ഉണ്ടെന്ന് അറിയാത്ത ആളല്ലല്ലോ പ്രതിപക്ഷ നേതാവ്. സർക്കാർ നാളെ പറയണം എന്ന് പറയേണ്ടത് കോടതിയല്ലേ. അവിടെ മുമ്പിൽ കാര്യങ്ങളുണ്ടല്ലോ. അവരിപ്പോ ഈ ബെഞ്ചാണോ കേൾക്കുന്നത്, അതിന് പ്രത്യേകമായി ബെഞ്ചിലേക്ക് വരുമോ? അതൊക്കെ വരട്ടെ. അദ്ദേഹത്തിനൊരു അസാധാരണമായി തിടുക്കം, 1 മിനിറ്റിന്റെ തിടുക്ക് ഇതിനല്ല, വേറെ കസേര കണ്ടുള്ള തിടുക്ക്. ഇത് കൂടി കിട്ടിയാൽ എന്തെങ്കിലും കിട്ടുമോ? നിങ്ങളെല്ലാം വഴി കെട്ടിപ്പൊക്കി കൊണ്ടുവന്ന ഇതിപ്പോ കാണാനില്ലല്ലോ. ഹൈക്കോടതി ശക്തമായി പറഞ്ഞില്ല അന്വേഷണം ശരിയായ ദിശയിൽ, ഇത് ഏതെങ്കിലും കുത്തുകേസ് പോലെയല്ല ഇത്തരം കാര്യങ്ങൾ. അത് അവസാനം അന്വേഷണം എവിടേക്ക് എത്തി? അന്വേഷണം ഇപ്പോൾ കൊടിമരം സംബന്ധിച്ചുള്ള വിജിലൻസ് അന്വേഷണത്തിലേക്ക് കോടതി തന്നെ നിർദ്ദേശിച്ചില്ലേ? കോടതി തന്നെ ഗൗരവമായ ചില നിരീക്ഷണങ്ങളിലേക്ക് എത്തിയില്ലേ? അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും മിണ്ടുന്നില്ല. അപ്പൊ അങ്ങനെ ഓരോ ദിവസവും ഓരോന്നുണ്ടാക്കി അദ്ദേഹം പറഞ്ഞ നരേറ്റീവ് ഉണ്ട്. അത് കനകലു സിദ്ധാന്തമാണ്. പ്രൊപ്പഗൻഡയിലെ ഒരു ഭാഗം നരേറ്റീവ്. കാര്യങ്ങൾ സൃഷ്ടിച്ച് പൊതുബോധം രൂപപ്പെടുത്താൻ ശ്രമിക്കുക. അതിനെന്തെങ്കിലും കിട്ടുമോ എന്നുള്ള തിടുക്കമല്ലാതെ ഇത് സുപ്രീം കോടതി പരിശോധിക്കട്ടെ. ഭരണഘടനാ ബെഞ്ച് ആണോ, എത്ര അംഗ ബെഞ്ച് വരുന്നു, അവര് സിറ്റിംഗ് വരട്ടെ. ആ സമയത്ത് നമുക്ക് തീരുമാനിക്കാം. നേരത്തെ എടുത്ത നിലപാട് തിരുത്താൻ ഒരുക്കമാണോ ഇനിയുള്ള കാര്യത്തിൽ? അല്ല, അതെല്ലാം കോടതിയിൽ വരട്ടെ എന്ന്. നമ്മളെന്തിനാ ഈ അസാധാരണമായി തിടുക്കം കാണിക്കുന്നത്? പറഞ്ഞത് മാറ്റം എന്നുള്ളത് മാറ്റത്തിന് മാത്രമേ, അത് സിദ്ധാന്തം പറയുന്നതല്ല. മാറ്റുന്നത് മാർക്സിന്റെ സിദ്ധാന്തമാണ്, അതെല്ലാവർക്കും അറിയാമല്ലോ. ഇത് കോടതിയെ കുറിച്ചുള്ളതല്ല. കോടതി ഇപ്പൊ എന്താ, കോടതി ഇത് നാളെ ഓർഡേഴ്സ് വയ്ക്കുന്നു. സ്വാഭാവികമായിട്ടും നമ്മൾ സാധാരണ നിലയിൽ പ്രതീക്ഷിക്കുന്നത് നേരത്തെ വിധി അടിസ്ഥാനത്തിൽ ഒരു ഭരണഘടനാ ബെഞ്ചാണല്ലോ കേൾക്കേണ്ടത്. ആ ബെഞ്ചിലേക്ക് വിടുകയാണോ, അല്ലെങ്കിൽ ആ ബെഞ്ച് രൂപീകരിക്കാനായിട്ട് ചീഫ് ജസ്റ്റിസിനാണ് സാധാരണ ബെഞ്ച് രൂപീകരിക്കുക. അതൊക്കെ വന്നിട്ട് ആ ബെഞ്ച് കേൾക്കുമ്പോൾ എന്തൊക്കെ പറയണമെന്ന് അവർ ആവശ്യപ്പെടുമ്പോൾ അപ്പൊ നോക്കിയാൽ മതില്ലേ. അവിടെ വെള്ളം കാണുന്ന വെച്ച് ഇവിടെ നമ്മൾ മുണ്ട് മടക്കി കുത്തി പോകേണ്ട കാര്യമില്ലല്ലോ. നിലപാട് കൂടി പറയുന്നുണ്ട്. അതായത് അടുത്ത UDF സർക്കാർ യുവതി പ്രവേശനത്തെ എതിർത്തുകൊണ്ട് സത്യവാങ്മൂലം നൽകും എന്ന് കൂടി പങ്കുവെക്കുന്നുണ്ട്. അല്ല, അത് അദ്ദേഹത്തിന് ഉറപ്പുണ്ടല്ലോ UDF വരില്ല എന്നുള്ളത് കൊണ്ടായിരുന്നു. കാരണം ഇനിയിപ്പോ UDF വരില്ല എന്ന് ഉറപ്പുണ്ടെങ്കിലായിരിക്കും അത് പറയാൻ കഴിയുള്ളൂ. കാരണം അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിന് ആ ഗവൺമെന്റ് കൊടുക്കുന്ന സത്യവാങ്മൂലത്തിന്റെ അടിയിൽ 9 അംഗ ബെഞ്ച് ഒപ്പിടും. ഇതാണ് വിധി. ഇതാണോ കോടതി നടപടി? അതൊക്കെ സാധാരണഗതി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അല്ല, നിലപാട് ഇപ്പൊ ആരെടുത്തിരിക്കുന്നത്? സർക്കാർ നിലപാടിനെയാണോ ഇപ്പൊ ചോദ്യം ചെയ്തിരിക്കുന്നത്? കോടതിയുടെ മുൻപിലുള്ള ഇപ്പൊ എന്താ? അല്ല, ഞാൻ ചോദിക്കട്ടെ. അല്ലല്ല, കോടതിയുടെ മുൻപിൽ ഇപ്പൊ എന്താ ഉള്ളേ? അല്ല, അവരെന്തിനെ പുനഃപരിശോധിക്കാൻ പോകണം? ഞങ്ങളുടെ നിലപാടിനെയാണോ? അവരുടെ വിധിയാണ്. അവരുടെ വിധിയെ സാധാരണ പുനഃപരിശോധിക്കുന്ന രീതികളുണ്ട്. ആ രീതിയിൽ റിവ്യൂവിന്റെ പരിമിതി ഉണ്ടാവും. അതിൽ എന്താണ് വരുന്നത്, സർക്കാരിനോട് എന്താണ് ആവശ്യപ്പെടുന്നതെന്ന് നമുക്ക് നോക്കാം.
അവരിങ്ങനെ ചോദിക്കാൻ ഇടയുണ്ട് എന്ന് ചോദിച്ച് അതോടുകൂടി ഈ തീരുമാനത്തിൽ അദ്ദേഹം പറഞ്ഞ പോലെ 1 മിനിറ്റ് കൊണ്ട് സുപ്രീം കോടതിയിൽ 9 അംഗ ബെഞ്ച് ഞങ്ങൾ ഒരു അഫിഡാവിറ്റ് കൊടുക്കുന്നു, അപ്പം തന്നെ അവർ സീൽ വെച്ചിട്ട് തരുന്നു, ഇതാ കൊണ്ട് നടപ്പിലാക്കൂ എന്ന ലളിതമാണ്, പ്രക്രിയയും എളുപ്പമാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത് ക്ഷമാപൂർവം കാത്തിരിക്കുക. ഓരോന്നിനും വിവാദങ്ങൾ ഉണ്ടാക്കി സംഘർഷങ്ങളിലേക്ക് എത്തിച്ച് എന്തെങ്കിലും നേട്ടം കൊയ്യാൻ കഴിയുമോ എന്ന കഴുകൻ കണ്ണുകളുമായി കാത്തിരിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടെന്ന് കരുതുക. അവരെല്ലാവരും ജുഡീഷ്യറിയിൽ വിശ്വാസം അർപ്പിക്കുക. ഇപ്പോൾ സ്വർണ്ണ പ്രശ്നവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജുഡീഷ്യറി നേരിട്ട് അന്വേഷിക്കുന്നു, അവർ ഇൻവെസ്റ്റിഗേഷൻ ടീം നേരിട്ട് മോണിറ്റർ ചെയ്യുന്നു, എല്ലാം അവരുടെ മുൻപിലേക്ക് എത്തുന്നു. അപ്പോൾ ആ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ പൂർണ്ണമായിട്ടും വിശ്വാസം അർപ്പിച്ച് പ്രവർത്തിക്കുക. അതേപോലെ സുപ്രീം കോടതി ഇപ്പോൾ അത് ഓർഡേഴ്സ് വച്ചിരിക്കുന്നു, അതൊരു ബെഞ്ച് വരട്ടെ. അത് വരുമ്പോൾ ബെഞ്ച് എങ്ങനെയാണ് സമീപിക്കുന്നത്, അവരിപ്പോൾ വന്ന വിധിയുടെ റിവ്യൂവിൻ്റെ സാധാരണ പരിമിതിക്കകത്താണോ അതോ പുതിയ വാദങ്ങൾ കേൾക്കാനാണോ? സാധാരണ അപ്പീലിൽ പോലും പുതിയ വാദങ്ങൾക്ക് പ്രസക്തിയില്ല. നമ്മൾ കോടതിയിൽ ഒരു കേസ് വിധി വന്നാൽ അപ്പീൽ ഘട്ടത്തിൽ നേരത്തെ ഉന്നയിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ വാദങ്ങൾ ഉന്നയിക്കാൻ സാധാരണ കഴിയില്ല. അതല്ല, കോടതി സാധാരണ റിവ്യൂ ഹർജി ഓപ്പൺ കോർട്ടിൽ കേൾക്കുന്നത് അസാധാരണമാണ്. ഇത് ഓപ്പൺ കോർട്ടിൽ കേൾക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. 9 അംഗ ബെഞ്ച് അത് സംബന്ധിച്ച് 9 അംഗ ബെഞ്ചായിരിക്കും കേൾക്കാൻ എന്ന് കരുതുന്നു. ആ ബെഞ്ച് വരട്ടെ, അത് സുപ്രീം കോടതിയെ സംബന്ധിച്ച് നിലപാട് സ്വീകരിക്കട്ടെ. അവര് ഉന്നത നീതിപീഠം ഏത് തരത്തിലാണ് പരിശോധിക്കുന്നു എന്ന് മനസ്സിലാക്കി നമുക്ക് നിലപാട് സ്വീകരിക്കാം. അല്ലാതെ ഇപ്പൊ എന്തെങ്കിലും വീണ് കിട്ടുമോ എന്ന് വെച്ചിട്ട് ആകാശത്തേക്ക് ഇങ്ങനെ നോക്കി ആ മാമ്പഴം പൂളി ഞങ്ങളുടെ വായിൽ തന്നെ വന്ന് വീഴുമോ, ഒരു സുവർണാവസരം ഇനിയും കിട്ടുമോ എന്ന് ഗവേഷണം നടത്തുന്ന ആളുകൾക്ക് ഇങ്ങനെ ചില കാര്യങ്ങളുണ്ടാവും. നിങ്ങൾ മാധ്യമങ്ങളുടെ നിലയിലും നമുക്ക് ഉത്തരവാദിത്തമുള്ള ആളുകൾ എന്ന നിലയിലും അനാവശ്യമായിട്ടുള്ള ചർച്ചകൾ ഒരുക്കി സുപ്രീം കോടതിയെ സ്വതന്ത്രമായി അവർ പ്രവർത്തിച്ചോട്ടെ, അതിന് വിടുക എന്നതാണ് എല്ലാവരും സ്വീകരിക്കേണ്ടത്. ഈ ആഗോള അയ്യപ്പ സംഗമത്തില് ഹൈക്കോടതിക്ക് മുമ്പിലേക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു കണക്ക് വന്നിട്ടുണ്ടോ? താങ്കൾ നിയമമന്ത്രി എന്ന നിലയിലാണ് ചോദിക്കുന്നത്. ഹൈക്കോടതി തന്നെ അതിലൊരു പരാമർശം നടത്തി, ഇതിലും കണക്കിലൊക്കെ പൊരുത്തക്കേടാണ്. അങ്ങനെ ഹൈക്കോടതിക്ക് തോന്നാ പാകത്തിലുള്ള ഒരു കണക്ക് കോടതിക്ക് മുമ്പിലേക്ക് എത്തി, അതൊരു അസാധാരണത്തുണ്ട്. അത് സാധാരണഗതിയിൽ ഇപ്പൊ നമുക്ക് ആദ്യം ഇന്റേണൽ ഓഡിറ്റ് ഉണ്ടാവും. നമ്മൾ ഏത് സ്ഥാപനത്തിൽ ഏത് പരിപാടിയാണെങ്കിലും ചിലതിന് ഇന്റേണൽ ഉണ്ടാവും, എക്സ്റ്റേണൽ ഓഡിറ്റിംഗ് ഉണ്ടാവും. ഇന്റേണൽ ഓഡിറ്റിംഗ് ആകുമ്പോൾ അവർ ആദ്യം കണക്ക് നോക്കും, പരിശോധിക്കും, വൗച്ചറുകൾ പരിശോധിക്കും, റെക്കോർഡ് പരിശോധിക്കും, ഏതെങ്കിലും പൊരുത്തക്കേടുണ്ടെങ്കിൽ അവർ കുറിയിടും. അപ്പോൾ ആ സ്ഥാപനത്തിന് അത് സംബന്ധിച്ച് വിശദീകരണം നൽകാം. ആ വിശദീകരണം തൃപ്തികരമാണെങ്കിൽ അതിനനുസരിച്ച് അവർ മാറ്റം വരുത്തും. തൃപ്തികരമല്ലെങ്കിൽ അവർ നൽകുന്ന റിപ്പോർട്ടിൽ അത് ചൂണ്ടിക്കാണിക്കും. അതിനടിസ്ഥാനപ്പെടുത്തി ചെലവിനാണെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള ചിലത് CAG ഉണ്ടാവും. ഇത് സാധാരണ ഓഡിറ്റർ സ്വീകരിക്കേണ്ട ഒരു നടപടിക്രമവും ഒറ്റ നോട്ടത്തിൽ നിങ്ങളൊക്കെ അവതരിപ്പിച്ചനുസരിച്ചാണെങ്കിൽ ഓഡിറ്റർ മുഖ്യമന്ത്രി കിടക്കാൻ ഒരു കട്ടിൽ ഓഡിറ്റർ കണ്ടെത്തിയെന്ന്. പക്ഷെ ഓഡിറ്റർ അതുപോലും നിങ്ങൾ ചിലർ ആഡ് ചെയ്യാണ്. ഇപ്പൊ അത് അവിടെ ഇല്ലാന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ അത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം മുഖ്യമന്ത്രിക്ക് കിടക്കാൻ പ്രത്യേക കട്ടിൽ ഇതാണ്. അപ്പൊ തന്നെ വേറെ സിദ്ധാന്തം, ഉമ്മൻചാണ്ടി കിടക്കുന്ന കട്ടിൽ റെഡിയാക്കി വെച്ചേക്കാറ്. ഇത് വെച്ചിട്ട് പോകാനുള്ള തയ്യാറെടുപ്പോട് കൂടിയാണ്. ഇപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ നാട്ടിലെ ഇലക്ഷൻ അനാലിസിസ് ചെയ്യുന്ന ഏജൻസികളുടെ ഫീസ് ഈടാക്കുന്നതിന്റെ പ്രധാന കമ്പോണന്റ് മീഡിയ മാനേജ്മെന്റിനാണ്. അത് ചിലപ്പോൾ 50 കോടി 100 കോടിയൊക്കെ മീഡിയ മാനേജ്മെന്റിന് ചെലവഴിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിലുണ്ട്. അപ്പൊ അവര് തന്നെ ആദ്യം ഒരു നിർമ്മിതി ഉണ്ടാവും, ആ നിർമ്മിതിയുടെ പ്രതികരണങ്ങൾ വരും, അതങ്ങ് തുറന്നു കാട്ടപ്പെടുമ്പോഴേക്കും അടുത്തേക്ക് വരും. അപ്പൊ നമ്മളിതിപ്പോ സഭയിൽ ഞങ്ങൾ ചില കാര്യങ്ങൾ ചോദിച്ചില്ലേ, ഇപ്പൊ വളരെ ഗൗരവമായൊരു പ്രശ്നം ഞാൻ പറഞ്ഞു. ഈ ശബരിമല കേസിൽ അകത്ത് കിടക്കുന്ന പ്രധാന പ്രതി അദ്ദേഹത്തിന്റെ 2 കോടിയോ മറ്റോ എവിടെ നിക്ഷേപിച്ച് കാണാനില്ല എന്ന് വാർത്തകൾ കാണുകയുണ്ടായി. അത് പോയ സ്ഥലത്തു നിന്ന് ഒരാൾ ഇതാണോന്ന് അറിയില്ല, അതേ എമൗണ്ട് ഒരു MP കൊടുത്തതായിട്ട് പറയുന്നു. MP അത്രയില്ല, പണം കിട്ടി എന്ന് പറയുന്നു. ആ MP തന്നെ ഈ 3 പ്രതികൾ ഒന്നിച്ച് സോണിയാഗാന്ധിക്ക് ഒപ്പമുണ്ട്. ഇത് സാധാരണഗതിയിൽ നിങ്ങൾ അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിൽ പോകേണ്ട വഴിയാണ്, പക്ഷെ അത് കാണുന്നില്ല. അപ്പൊ അതെല്ലാം ഇതിന്റെ ഈ നിർമ്മിതികളാണ് ഇപ്പൊ നടക്കുന്നത്. ഒരു ദിവസത്തെ ആയുസ് മാത്രമുള്ള നുണകളുടെ ആഘോഷം കൊണ്ട് വിസ്മയം തീർക്കാമെന്ന് ആഗ്രഹിക്കുന്നവർ മൂഢന്മാരുടെ സ്വർഗത്തിൽ മാത്രമാണ് ജീവിക്കുന്നത്.